വിഴിഞ്ഞങ്കടപ്പുറത്ത് മീൻ വരുന്നതെന്ന് ഒരുപാട് കൂട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ ജൂൺ 24-ാം തീയതിയാണ് കേട്ടോ. സാധാരണ നമുക്ക് സീസണിൻ്റെ അന്തരീക്ഷമോ കാര്യങ്ങളോ ഇത്രയും നാളൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ചെറിയൊരു തിരക്ക് ഈ ജൂൺ 24-ാം തീയതി നമ്മുടെ വിഴിഞ്ഞത്തുണ്ട് കേട്ടോ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നമ്മുടെ തമിഴ്നാട് വള്ളക്കാർക്കൊക്കെ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവരൊന്നും ഇവിടെ വിഴിഞ്ഞത്ത് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നലെയൊക്കെ പണിക്ക് പോയിട്ട് ഒരുപാട് വള്ളക്കാർ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. വരുന്ന വള്ളക്കാർക്കൊക്കെ ഏകദേശം 500-600, ഉള്ളവർക്ക് ഏകദേശം 1000-ൽ കൂടുതൽ കുട്ടിച്ചൂരയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നിലവിൽ ഈ കാണുന്നതെല്ലാം കുട്ടിച്ചൂരയുമായിട്ട് വന്നിട്ടുള്ള വള്ളക്കാർ തന്നെയാണ്. ഓരോ വള്ളക്കാർക്ക് ഏകദേശം 7 തൊട്ടി 8 തൊട്ടി വരെയൊക്കെ മീനുകളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ തമിഴ്നാട് വള്ളക്കാരാണ് കേട്ടോ കാണുന്നതൊക്കെ. അപ്പോൾ കുട്ടിച്ചൂരയൊക്കെ രാവിലത്തെ ഒരു വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 45-50 രൂപയൊക്കെ വില ഉണ്ടായിരുന്നു. വള്ളക്കാരൊക്കെ കൂടുതൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വിലയൊക്കെ കുറയും. അത് നമ്മുടെ കൂട്ടുകാർക്ക് അറിയാം. അപ്പം നമ്മൾ ഏതായാലും ഓട്ടിച്ചിട്ടുള്ളൊരു കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ സ്റ്റോപ്പ് ചെയ്യാം. കാരണം ഒരുപാട് സംസാരിക്കാനൊന്നുമില്ല. നിലവിലെ മീനുകൾ എന്താണ്, അപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ എന്താണ്, അത് മാത്രം നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ കുട്ടിച്ചൂരയൊക്കെ ഏകദേശം വള്ളക്കാർക്കും കൂടുതലായിട്ടുണ്ട് കേട്ടോ. ഇന്ന് വരുന്ന വള്ളക്കാർക്കൊക്കെ നമുക്ക് പൗസ് ചെയ്ത് വയ്ക്കാൻ പറ്റത്തില്ല. നമുക്ക് സിനിമാറ്റിക് മോഡിൽ ഇട്ടിരിക്കുന്നതുകൊണ്ട് പൗസ് ചെയ്തൊന്നും വയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ നെത്തോലി ഉണ്ട്, തട്ടുപടിക്കാർക്ക് നെത്തോലി വരുന്നുണ്ട്. ലേലവിളിയും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. നോക്കാം നമുക്ക്. ഇതൊക്കെ ഒരു വള്ളത്തിൽ വന്ന കുട്ടിച്ചൂരയാണ്. നിലവിലുള്ള ഒരു അവസ്ഥ എന്താണെന്ന് അറിയില്ല. എത്ര മീനുണ്ടായിരുന്നു? 1200. വലയ്ക്കല്ലേ? എത്ര വില പോയി? എത്ര പോയി? 26 രൂപ 10 പൈസ. 26 രൂപ 10 പൈസ നമ്മുടെ റൈമൻഡ് എണ്ണ പണിക്ക് പോയ വെള്ളത്തിലുള്ളതാണ്. 1320 പൊള്ളലാണ് വലയ്ക്ക്. ഇപ്പൊ വേറെ മീനൊന്നും ഇല്ല അല്ലേ? കാരണം ഇത് നമ്മളെ കുട്ടിച്ചൂരയ്ക്കുള്ള വലയല്ലേ, അപ്പൊ അത് മാത്രമേ വരത്തുള്ളൂ. ഇനി ഇത് തന്നെ സീസൺ. നമ്മളെ സീസൺ ഒരു അന്തരീക്ഷം ഉണ്ടോ ഇപ്പൊ? ഇനി ചേലൊന്നും ഇല്ല. ഇപ്പൊ ഏതായാലും കൂടുതൽ മീൻ നമുക്ക് പ്രതീക്ഷിക്കാൻ പിടിച്ചതല്ലേ ഇനി? ഓക്കെ. ഇനിയും കാറ്റൊന്നുമില്ല. കാറ്റൊക്കെ ശാന്തമായെന്നാണ് പറയുന്നത്. ഏതായാലും നമുക്ക് നിലവിൽ നോക്കാം. ഇനി മീനൊക്കെ കൂടുതലൊക്കെ വരാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. ഇതൊക്കെ തമിഴ്നാട് വള്ളക്കാർ തന്നെയാണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ വള്ളക്കാരാണ്. നമ്മുടെ ഇത് വരുന്നുണ്ട് കേട്ടോ, തട്ടുമടിക്ക് നെത്തോലി മീൻ അവിടെ അളന്നെടുത്തോണ്ടിരിക്കുകയാണ്. കുട്ടിച്ചൂരയൊക്കെ എണ്ണിയെടുക്കുകയാണ്. നെത്തോലി വേണ്ട, തട്ടുമടിക്കുള്ള നെത്തോലി മീനുണ്ടോ? സാധാരണ നെത്തോലി മീനൊക്കെ നമുക്ക് ഇതിൽ വള്ളത്തിൽ തട്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്. ഇവർ വെട്ടിയിലാക്കിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെത്തോലി മീൻ. കറുത്ത നെത്തോലിയാണ് കേട്ടോ. കറുത്ത നെത്തോലി മീനാണ്. നെത്തോലിയിൽ പല വെറൈറ്റികൾ വരും. നമ്മുടെ കൂട്ടുകാർക്ക് അറിയാം. ഇത് കറക്റ്റ് കരിനെത്തോലി എന്ന് പറയും കേട്ടോ. വില എന്താണെന്ന് അറിയില്ല, നോക്കാം. ചെറിയ ഫൈബർ വള്ളക്കാർക്ക് നവര മീനൊക്കെ ഉണ്ട് കേട്ടോ. നവര മീൻ അത്യാവശ്യം മീനുണ്ട്. അപ്പം മാക്സിമം നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു 4 മണിക്ക് മുൻപേ തന്നെ വരാൻ നോക്കണേ. 4 മണിക്ക് മുൻപേ വരാൻ നോക്കണേ. ഇപ്പോൾ രാവിലെയൊക്കെ ഏകദേശം 45 രൂപ വില പോയ കുട്ടിച്ചൂരയുടെ വിലയാണ് ഇപ്പോൾ വില കുറഞ്ഞിട്ടുള്ളത്. കൂടുതൽ മീൻ വരാൻ പോയിട്ടാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ.